മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം നിറഞ്ഞു നിൽക്കുന്നത് വിവാദങ്ങളാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ. അതിനിടയിൽ നമ്മൾ അറിയാതെ ചില നിശബ്ദ വിപ്ലവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാകുന്നവ. നിശബ്ദമെങ്കിലും ലോകത്തിൽ നമ്മളെ ഒന്നാമനാക്കാൻ കെൽപ്പുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പൂർണ്ണ സമൃദ്ധിയിലേക്ക് ലോകത്തെ അസൂയപ്പെടുത്തുന്ന വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് രാജസ്ഥാൻ. ഒരു കാലത്ത് മണലും മരുഭൂമിയും മാത്രം നിറഞ്ഞു നിന്നിരുന്ന രാജസ്ഥാനിലെ ബാർമേറിൽ ഇന്ന് ഇന്ത്യയുടെ ഊർജ്ജഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു മഹാപദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബലോത്രയിലെ ഭജ്പത്രയിൽ നിർമ്മിച്ചിരിക്കുന്ന രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് റിഫൈനറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. ഇവിടെ ഉയരുന്നത് ഒരു റിഫൈനറി മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെയും വ്യാവസായിക വളർച്ചയെയും ഒക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ദേശീയ ആസ്തിയാണ് രൂപപ്പെടുന്നത്. രാജസ്ഥാൻ റിഫൈനറിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും. ഇന്ത്യക്ക് ഇത്രയും നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം നിലയിൽ മുന്നേറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഊർജ്ജ മേഖലയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നമ്മൾ. പശ്ചിമേഷ്യൻ സംഘർഷം വന്നതോടുകൂടിയാണ് ഇന്ധന മേഖലയിലടക്കം സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. എന്നാൽ അതിനു മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അതിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഫലപ്രാപ്തിയാണ് ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ കാണുന്നത്. ഇന്ത്യയിലെ പ്രധാന എണ്ണ ഉൽപ്പാദന മേഖലകളിൽ ഒന്നാണ് ബാർമേർ. സംയോജിത റിഫൈനറി പെട്രോ കെമിക്കൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഈ വിഭവത്തെ ഇനി കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കാനാകും. വർഷത്തിൽ ഏകദേശം 9 ദശലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് ഈ സമുച്ചയം. ഇന്ധന ഉൽപ്പാദനത്തിനൊപ്പം ഉയർന്ന മൂല്യമുള്ള പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കും. അങ്ങനെയാണ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിലെ നിർണായക കണ്ണിയായി ഈ പദ്ധതി മാറുന്നത്. എണ്ണ ശുദ്ധീകരണവും പെട്രോ കെമിക്കൽ ഉൽപ്പാദനവും ഒരേ പ്ലാന്റിൽ നടക്കുകയാണ് ഇവിടെ.